ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF-നുള്ളിൽ തർക്കവും ആശയക്കുഴപ്പവും രൂക്ഷമാവുകയാണ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം തന്നെ. ഘടകകക്ഷികളിൽ വിയോജിപ്പുള്ളതായാണ് പുറത്തുവരുന്ന വിവരവും. അതിനാൽ സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്തുമെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ നിന്ന് UDF വിട്ടുനിൽക്കുമെന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചന. അതേസമയം UDF-ന്റെ നിലപാട് VD സതീശൻ ഇന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചുവെന്ന് ഇന്നലെ തന്നെ MP ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയ കാര്യമാണ്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികൾ. അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ശബരിമല കേസിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കണം എന്നുള്ളതല്ല നിലവിൽ ചർച്ച ചെയ്യേണ്ടത് എന്നും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യവുമില്ല. നിലപാടുകളോട് യോജിച്ചാണ് ഇപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. CPIM-ന് ആഗോള അയ്യപ്പ സംഗമത്തിന് ഒപ്പമുള്ള നിലപാടാണ് എന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കവുമില്ല. താത്വിക അവലോകനത്തിന് ഞാൻ പോയിട്ടുമില്ല. വിശ്വാസികൾക്ക് വിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം, അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ നിലപാട് സ്വീകരിക്കാം. അമ്പലത്തിൽ പോകേണ്ടവർക്ക് പോകാം, പോകണ്ടാത്തവർ പോകണ്ട എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. അതേസമയം സ്ത്രീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അടഞ്ഞ അധ്യായം അല്ല എന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുകയായിരുന്നു. വർഗീയതയ്ക്ക് എതിരായിട്ടായിരിക്കും ആഗോള അയ്യപ്പ സംഘം. വർഗീയവാദികൾ വിശ്വാസത്തെ ഒരു ഉപകരണമായാണ് ഉപയോഗിക്കുന്നത്. വർഗീയതയെ എതിർക്കാൻ കെൽപ്പുള്ള വലിയൊരു വിഭാഗം വിശ്വാസികളാണ്. വർഗീയവാദികൾ വർഗീയ നിലപാട് സ്വീകരിക്കും എന്നതിന്റെ തെളിവ് തന്നെയാണ് RSS-ന്റെയും സംഘപരിവാറിന്റെയും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ടുള്ള നിലപാട്. അതേസമയം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയും എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ശബരിമലയിൽ നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തോട് UDF സഹകരിക്കാൻ സാധ്യതയില്ല. സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സംഗമം എന്നുള്ള വികാരമാണ് UDF നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളുടെ പിന്തുണയും ലീഗിനെ പ്രതികൂട്ടിൽ നിർത്തിയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും വിശദമായി വിലയിരുത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF തീരുമാനം ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഏറെ. അതേസമയം സർക്കാർ നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല, മറിച്ച് ഭൂലോക ആശയ പാപ്പരാത്തമാണ് എന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പാണക്കാട് തങ്ങളും പിന്തുണച്ചതുകൊണ്ട് പാപ്പരാത്തമാവുന്നില്ല. ഒരവസരം ഒത്തുവന്നപ്പോൾ ശബരിമലയെ തകർക്കാനും ഇകഴ്ത്തിക്കാട്ടാനും ശ്രമിച്ചവരാണ് പിണറായി വിജയനും കൂട്ടരുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അയ്യപ്പ സംഗമം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പായിരിക്കുമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഒട്ടനവധി വിമർശനങ്ങളാണ് സുരേന്ദ്രൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.